ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് AP സെഷനിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അല്ലേ. നമ്മുടെ പരീക്ഷ അടുത്തെത്തി. ഇനി നമ്മുടെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് സെലിബ്രേഷൻസും വന്നു അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ വിഷുവാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സെലിബ്രേഷൻസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അതിൻ്റെ പാരലായിട്ട് നിങ്ങളെ പഠിത്തത്തിൽ നിങ്ങൾ ഒരു ഉഴപ്പും കാണിക്കരുത്. കാരണം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് അല്ലേ, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്താണ്, നിങ്ങൾക്ക് ഇനി മുന്നിൽ വളരെ നമ്മുടെ വിരലിലെണ്ണാവുന്ന സമയം മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ചോദ്യം തന്നെ നോക്കിയേ. ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം 15 സെന്റിമീറ്റർ, പാദവക്ക് 12 സെന്റിമീറ്റർ ആയാൽ സ്തൂപികയുടെ ഉയരം എത്ര? നമ്മളോട് എന്തൊക്കെയാ ചോദിച്ചത്? നമുക്ക് എല്ല് തന്നിട്ടുണ്ട് അല്ലേ. എല്ല് എത്രയാണ്? 15 സെന്റിമീറ്റർ. എൽ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. പാദവക്ക് എന്ന് പറയുന്നത് എ എത്രയാണ്? 12 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എച്ച് ആണ് കാണേണ്ടത് അല്ലേ. അപ്പൊ എന്താണ് നോക്കിയേ, ഒരു സമചതുര സ്തൂപികയിൽ ഉയരം, ചരിയളവ്, പാദവക്കിന്റെ പകുതി എന്നിവ ഒരു മട്ടത്രികോണം രൂപീകരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് മട്ടത്രികോണം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ ഒരു വശത്തിന്റെ അളവ് അറിയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അഥവാ കർണം ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ നമുക്ക് അത് വെച്ച് ഇവിടെ ഒന്ന് ആ വാല്യൂസ് ഒന്ന് പുട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എല്ല് തന്നിട്ടുണ്ട്, കർണം തന്നിട്ടുണ്ട്. എത്രയാണ്? എൽ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അതുപോലെ പാദവക്ക് എന്ന് പറയുന്നത് 12 ആണെങ്കിൽ അതിന്റെ പകുതി എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ. ഇനി എച്ച് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 15 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിൻ്റെ ഉയരമാണ്. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225. 6ന്റെ സ്ക്വയർ എന്താണ്? 36. 225 36 കുറച്ചാൽ എത്രയാണ്? 189 അല്ലേ. 15ൽ 6 9 പ്രാവശ്യം, 11ൽ 8 പ്രാവശ്യം 1 189. നോക്കിയേ, ആൻസറിൽ റൂട്ട് 189 എന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ 189 നമ്മൾ മാറ്റി എഴുതണം. എങ്ങനെ എഴുതണം? നമുക്കറിയാം 189 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 18 അല്ലേ. 9 8 17 1 18. സോ 18നെ നമുക്ക് എന്തുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 9 ഇൻറ്റു 21 ആണ് 189 എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 9 ഇൻറ്റു 129, സോറി, റൂട്ട് ഓഫ് 9 ഇൻറ്റു 21 അല്ലേ. അപ്പം 9ന്റെ റൂട്ട് വാല്യൂ എന്താണ്? 3. അപ്പം 3 റൂട്ട് 21. സോ ആൻസർ എന്താണ്? 3 റൂട്ട് 21 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് ഇക്വേഷൻ? എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എന്താണ് ആൻസർ? എന്താണ്? 3 റൂട്ട് 21. അതിന്റെ ഇക്വേഷൻ എന്താണ്? മനസ്സിലാക്കിക്കോ. ഒരു സമചതുര സ്തൂപികയിൽ ഉയരം, ചരിയളവ്, പാദവക്കിന്റെ പകുതി എന്നിവ ഒരു മട്ടത്രികോണം രൂപീകരിക്കുന്നു. ഇപ്പൊ പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് പൈതഗോറസ് തിയറം പ്രകാരം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആണ്. ഇവിടെ എന്താണ്? ഇവിടെ പാദം എന്ന് പറയുന്നത് a/2 ദ ഹോൾ സ്ക്വയർ, അതുപോലെ നമ്മുടെ ലംബം എന്ന് പറയുന്നത് h സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ കർണം എന്ന് പറയുന്നത് l സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്? ഉയരമാണ് കാണേണ്ടത് അല്ലേ. അപ്പം ഉയരം എന്ന് പറയുന്നത് h സ്ക്വയർ ആണ്. അപ്പം എന്താണ്? l സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് l എന്ത് കിട്ടി? റൂട്ട് ഓഫ്, സോറി, h എന്താണ്? റൂട്ട് ഓഫ് l സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 3 റൂട്ട് 21. എങ്കിൽ അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n സ്ക്വയർ പ്ലസ് n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഇതാണ് ചോദ്യം അല്ലേ. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n സ്ക്വയർ പ്ലസ് n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിന് കൺഫ്യൂഷൻ അടിക്കേണ്ട. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? an സ്ക്വയർ പ്ലസ് bn എന്നുള്ള ഫോമിലാണ് അല്ലേ. an സ്ക്വയർ പ്ലസ് bn എന്നുള്ള
ഫോമിലാണ്, അതായത് 2n² പ്ലസ് n എന്നുള്ള ഫോമിൽ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് n² എക്വേഷൻ്റെ, അതായത് ഇതാ നോക്കിയോ, എന്താണ്, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം an² പ്ലസ് bn എന്ന രീതിയിലാണെങ്കിൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്നത് n² അല്ലെങ്കിൽ കോഎഫിഷ്യന്റിന്റെ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ആ ഒരു ഫോമാറ്റിൽ ഇവിടെ 2n² പ്ലസ് n ആണല്ലോ, അതായത് an² പ്ലസ് bn എന്നുള്ള ഫോമിൽ അല്ലേ, കാരണം ഇവിടെ ബി എന്താണ്, 1 ആണ്. അപ്പൊ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. 2ന്റെ ഇരട്ടി എന്താണ്, 4. സോ ആൻസർ എന്താണ്, 4. അത് ഓർത്ത് വെച്ചോ, ഈ പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് അത് കണ്ടിട്ടുണ്ട് പലതിലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ഓർത്ത് വെച്ചോ. അപ്പൊ ഓർത്ത് വെച്ച് എന്താണ്, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം an² പ്ലസ് bn എന്ന രീതിയിലാണെങ്കിൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്നത് എന്താണ്, n² ഗുണോത്തരത്തിന്റെ ഇരട്ടിയായിരിക്കും, അഥവാ കോഎഫിഷ്യന്റിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ എയുടെ വാല്യൂ എന്താണോ അതിന്റെ എന്തായിരിക്കും, അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ അടുത്ത ചോദ്യം, അടുത്തത് കലണ്ടറിൽ നിന്നാണ്. 2016 ഫെബ്രുവരി 25-ാം തീയതി തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 8-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഇതാണ് ചോദ്യം അല്ലേ. എന്താണ്, 2016 ഫെബ്രുവരി 25 എന്നാണ്, മൺഡേ. അങ്ങനെയെങ്കിൽ 2016 മാർച്ച് 8-ാം തീയതി ഏത് ദിവസമായിരിക്കും? അപ്പൊ 2016 എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയേ, 16 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഈ സംഖ്യയെ നിശേഷം 4 കൊണ്ട് ഹരിക്കാം. എങ്കിൽ ആ വർഷത്തെ നമ്മൾ എന്ത് പറയും, ലീപ്പ് ഇയർ അഥവാ അതിവർഷം എന്ന് പറയും അല്ലേ. അപ്പൊ 2016 ഒരു അതിവർഷമാണ്. അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ഓക്കെ, അപ്പൊ 25 എന്ന് പറയുന്നത് മൺഡേ ആണെങ്കിൽ 29 എന്നായിരിക്കും? 25ന്റെ കൂടെ 4 കൂട്ടുക, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ 29-ാം തീയതി എന്താണ്, ഫ്രൈഡേ ആണ്. 29 ഫ്രൈഡേ ആണെങ്കിൽ 1 എന്തായിരിക്കും, മാർച്ച് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർച്ച് 1 എന്ന് പറയുന്നത് സാറ്റർഡേ അല്ലേ, സാറ്റർഡേ ആയിരിക്കും. മാർച്ച് 1 സാറ്റർഡേ ആണെങ്കിൽ 1ന്റെ കൂടെ 7 കൂട്ടിയാൽ മാർച്ച് 8 എന്തായിരിക്കും? സാറ്റർഡേ അല്ലേ. കാരണം എന്താണ്, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. അപ്പം മാർച്ച് 1ന്റെ കൂടെ 7 കൂട്ടിയാൽ എന്തായി? മാർച്ച് 8. വീണ്ടും റിപ്പീറ്റ് ആയി. സോ ആൻസർ എന്താണ്? ശനിയാഴ്ച. ഓപ്ഷൻ ബി ആണ് ശനി. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ, ഇത് ബോർഡ് മാസ് റൂൾ പ്രകാരം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എന്താണ്? 8 പ്ലസ് 3 × 2 മൈനസ് 4 ഹരിക്കണം 2 പ്ലസ് 6 ഇതിന്റെ വില. അപ്പൊ നോക്കിയേ, 8 പ്ലസ് 3 × 2 എത്രയാണ്? 6 മൈനസ് 4 ഹരിക്കണം 2 എത്രയാണ്? 4നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 2 പ്ലസ് 6. നോക്കിയേ, 8ന്ന് 2 കുറച്ചാൽ 6 ആയില്ലേ? 6 6 6 6 3 എത്രയാണ്? 6 × 3 18. സോ ആൻസർ എന്താണ്? 18 അല്ലേ, 18. അപ്പൊ അടുത്ത ചോദ്യം നോക്കിയേ, ശതമാനത്തിൽ ഒരു സംഖ്യയുടെ 30%-ഉം 70%-ഉം തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ. ഇവിടെ എന്താ പറയുക? ഒരു സംഖ്യയുടെ 30%-ഉം 70%-ഉം തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏത്? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 70-ഉം 30-ഉം തമ്മിലുള്ള ഡിഫറൻസ്, 70-ഉം 30-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 40. 40% എന്ന് പറയുന്നത് 60 ആണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചത്? സംഖ്യ എന്നല്ലേ. അപ്പൊ അത് എത്രയായിരിക്കണം? 100%. അപ്പൊ എത്രയാണ്? 60 × 100/40. സോ 0 0 ക്യാൻസലായി. 4 100 എത്ര പ്രാവശ്യം? 25 പ്രാവശ്യം. 25 × 6 150. സോ ആൻസർ എന്താണ്? 150. കിട്ടിയല്ലോ, 150. ഓക്കെ അല്ലേ? മനസ്സിലായോ? ശരി, എങ്കിൽ അടുത്ത ചോദ്യം നോക്ക്. റൂട്ട് ഓഫ് 3² × 5² പ്ലസ് 2⁻6 × 5². ഇതാണ് ചോദ്യം. എന്താണ്? അപ്പൊ റൂട്ട് ഓഫ് 3² × 5² പ്ലസ് 2⁻6 × 5². 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 5ന്റെ സ്ക്വയർ എന്താണ്? 25.
പ്ലസ് 22/6 എന്ന് പറഞ്ഞാൽ എന്താണ് 2 ക്യൂബ് 8. 8ന്റെ സ്ക്വയർ എത്രയാണ്? 8ന്റെ സ്ക്വയർ 64 അല്ലേ? പിന്നെയോ 5ന്റെ സ്ക്വയർ 25. നമുക്കിത് ഇവിടെ തന്നെ നമുക്ക് 5 പുറത്തേക്ക് എടുത്തുകൂടായിരുന്നോ? കാരണം 2ലും 5 കോമൺ ആണ് അല്ലേ? 2ലും 5 കോമൺ ആയ നമുക്ക് ഈ 5നെ പുറത്തേക്ക് എടുക്കാലോ. കാരണം എന്താണ്? 5 സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും അല്ലേ? അപ്പൊ 5 × √3 സ്ക്വയർ പ്ലസ് 2⁶. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? 5 √ 9 പ്ലസ് 2⁶ എത്രയാണ്? 64. 64 9 എത്രയാണ്? 73. സോ 5 √ 73. നമുക്ക് 73 ഏതെങ്കിലും സംഖ്യ കൊണ്ട് എന്ത് ചെയ്യാം? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടാണോ 73? അല്ലല്ലോ. അപ്പോൾ സോ എന്ത് ചെയ്യുക? 73 നമുക്ക് റൂട്ട് വാല്യൂ ഇല്ല. സോ ആൻസർ എന്താണ്? ഈ തന്നിരിക്കുന്നതിലില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാം. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിന്റെ വില എത്ര? അപ്പൊ ഇവിടെ നമുക്ക് സംഖ്യകൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 20 തന്നു, 25 തന്നു, അടുത്ത സംഖ്യ നമുക്ക് തന്നില്ല, 28 തന്നു, 32 തന്നു അല്ലേ? ഈ സംഖ്യകൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? തുക കിട്ടി. അപ്പൊ 20ഉം 25 കൂട്ടിയാൽ എത്രയാണ്? 45. അത് നമുക്കിങ്ങനെ 0 + 5 5 5ഉം 8ഉം 13ഉം 2ഉം 15 2 4 6 3 9 1 10 105 + x അല്ലേ? നമുക്ക് എന്താ കാണേണ്ടത്? എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. പിന്നെയോ നമുക്കൊരു ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ തുക, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണം അല്ലേ? സം ഡിവൈഡഡ് ബൈ നമ്പേഴ്സ്. അതിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാണ് നമുക്ക് അറിയേണ്ടത്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്ക്? ശരാശരി ഇൻറ്റു എണ്ണമാണ്. ശരാശരി ആവറേജ് ഇൻറ്റു എന്താണ്? നമ്പർ അല്ലേ? ആവറേജ് ഇൻറ്റു നമ്പർ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 27 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. സോ 27 × 5 എത്രയാണ്? 135 അല്ലേ? 135 എന്ന് 105 കുറച്ചാൽ എത്രയാണോ അതാണ് എക്സിന്റെ വില. എക്സിന്റെ വില എത്രയാണ്? അപ്പോൾ 30. സോ എക്സിന്റെ വില എന്താണ്? 30 ആണ്. എക്സിന്റെ വില എന്താണ്? 30. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ഓർക്കേണ്ടത്? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. നമുക്ക് തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. അടുത്തത് എന്താണ്? അടുത്തത് കൂട്ടുപലിശ. കൂട്ടുപലിശ കാണാനുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. അപ്പൊ എന്താണ്? ഒരാൾ 1000 രൂപ, അതാണ് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%. n എന്ന് പറയുന്നത് എത്രയാണ്? 2 വർഷത്തേക്ക് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2-1 എന്നുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1000. 1000ന്റെ 10% കാണുക. അതായത് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കാണുക. ആദ്യത്തെ വർഷത്തിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 100. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയായി? 200. ഇനിയോ നമുക്ക് കിട്ടിയ ഈ 100 ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആ 100നെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിലും പലിശയാണ്. കാരണം പലിശയുടെ മുകളിൽ പലിശയാണല്ലോ നമ്മൾ കൂട്ടുപലിശ എന്ന് പറയുന്നത്. സോ അതെത്രയാണ്? 10. ഈ 200ഉം ഈ 10ഉം കൂട്ടിയാൽ എത്രയാണ്? 210 അല്ലേ? 210. സോ 210 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് മാത്രമാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? ആകെ വർഷാവസാനം ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ കൂടെ എന്തും കൂടി കൂടണം? പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി കൂടണം. അപ്പൊ എത്രയായി? അപ്പോൾ 2-1 മെത്തേഡ് ഓർക്കണേ. ആദ്യത്തെ പലിശനെ × 2 ചെയ്യുക. അടുത്ത പലിശ കാണുമ്പോൾ അതിനെന്ത് ചെയ്യുക? ഡയറക്റ്റ് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. നമ്മളോട് വർഷാവസാനം ലഭിക്കുന്ന തുക ആ രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ടും ആഡ് ചെയ്യണം. സോ ആൻസർ എന്താണ്? 1210. സോ ആൻസർ എന്താണ്? 1210. അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ സമയവും ജോലിയും അല്ലേ? ടൈം ആൻഡ് വർക്ക്. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ഇതാണ് ചോദിച്ചത്. അപ്പൊ എന്താണ്? രാമു ഒരു ജോലി ചെയ്യാൻ 6 ദിവസം, രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം അല്ലേ?
എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ്. അതായത് രാമു പ്ലസ് രമ. ഇപ്പൊ നോക്കിയേ, ഇവിടെ രാമു ഒരു ജോലി ചെയ്യാൻ 6 ദിവസവും രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസമാണെങ്കിൽ ഈ ദിവസങ്ങളുടെ LCM കാണുക. അപ്പൊ 6ന്റെ 8ന്റെ LCM എന്താണ്? 48. 48നെ രാമു എത്ര ദിവസമാണോ ജോലി ചെയ്ത് അതിനെ വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് രാമുവിന് ആ ജോലി ചെയ്യാനുള്ള കഴിവാണ്. സോ 48/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 8. അതേപോലെ രമയ്ക്ക് ആ വർക്ക് ചെയ്യാനുള്ള കഴിവ് എന്താണ്? 48/8 6. അപ്പോൾ രാമുവിന് ആ ജോലി ചെയ്യാനുള്ള കഴിവ് 8ഉം രമയ്ക്ക് അതേ ജോലി ചെയ്യാനുള്ള കഴിവ് 6ഉമാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 6ന്റെയും 8ന്റെയും LCM എന്ന് പറയുന്നത് 48 ആണോ 24 ആണോ? LCM എന്ന് പറയുന്നത് എത്രയാണ്? 24. ഇപ്പം നിങ്ങൾ 48 എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, തെറ്റുമില്ല. കാരണം 6 8 × 48 ആണ്. അത് വെച്ച് ചെയ്താലും തെറ്റില്ല കേട്ടോ. ഡയറക്റ്റ് അതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അല്ല, നമുക്ക് 6ന്റെയും 8ന്റെയും LCM എന്ന് പറയുന്നത് 24. അപ്പം നിങ്ങളിപ്പം ഞാൻ 48 വെച്ചാണല്ലോ ചെയ്തത്, നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം 6ഉം 8ഉം അതായത് രാമു രമയും ആകെ മീൻസ് ആ ഒരു ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 48ഉം രാമു ആ ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 6ഉം രമ ആ ജോലി എടുക്കാനുള്ള ദിവസം എന്ന് പറയുന്നത് 8ഉമാണ്. സോ രാമുവിൻ്റെ എഫിഷ്യൻസി 8, രമയുടെ എഫിഷ്യൻസി 6. അങ്ങനെയെങ്കിൽ നമുക്ക് രാമു രമയും കൂടി ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നല്ലേ ചോദ്യം. സോ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ പോരെ. 48/6ഉം 8ഉം കൂട്ടിയാൽ എത്രയാണ്? 14 അല്ലേ? നമുക്കറിയാം രണ്ടിലും എന്താണ്? 2 കോമൺ ആണ്. സോ 24/7. ഇതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്താലും കിട്ടുക. 24/7 നോക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 24/7 എന്ന് പറയുന്ന ഒരു ആൻസർ നമ്മുടെ എന്താണ്? ഓപ്ഷനിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 24/7 എന്താക്കണം? മിശ്ര ഭിന്നമാക്കണം അല്ലേ? ഇപ്പം നമുക്കറിയാം അല്ലേ, എന്താണ്? 3 × 7 21 ആണ്. 21ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് 24 കിട്ടും? 3 കൂട്ടിയാൽ. സോ 3/7 ദിവസം. 3/7 ദിവസം. എങ്ങനെയാണത് വന്നത്? നമ്മൾ 24/7 നമ്മൾ വെക്കുക. ഇപ്പം നമുക്കറിയാം എന്താണ്? 24 നമുക്ക് 7 കൊണ്ട് പൂർണ്ണമായിട്ട് പോവോ? ഇല്ല. എത്ര പോവുക? 3 അല്ലേ? 3 7 21. ഇനിയോ 24 21 കുറച്ചാൽ എത്രയാണ്? 3/ നമ്മുടെ ഡിനോമിനേറ്റർ 7. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. A/B = 5:2, B/C = 3:7 ആണല്ലോ. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോളെ. A/B/C ചെയ്തിട്ട് നമുക്ക് AC അല്ലേ കാണേണ്ടത്. ഇതിന് നിങ്ങൾ അധികം മെനക്കെടൊന്നും വേണ്ട. A/B/C, ഇത് A/B, ഇത് B/C. AB എത്രയാണ്? 5 2. BC എത്രയാണ്? 3 7 ആണല്ലോ. സോ ഈ ബിയുടെ വാല്യൂ ഇവിടെ 2 ആണെങ്കിൽ ഇതിനെയും 2 ആക്കുക. ഇവിടെ ബിയുടെ വാല്യൂ 3 അല്ലേ? അപ്പോൾ തൊട്ടടുത്ത് ഇവിടെയും 3 ആക്കുക. ഇനി എന്താണ്? ഇത് നമ്മൾ ഗുണിക്കുക. 5 × 3 5 × 3 15, 2 × 3 6, 2 × 7 14. ഇപ്പം നോക്കിയേ, A 15, B 6, C 14. നമ്മളോട് എന്താ ചോദിച്ചത്? എയും സി അല്ലേ? A 15ഉം C എന്താണ്? 14. സോ ആൻസർ എന്താണ്? 15:14. സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. 5 8 17 44. 5 8 17 44. അടുത്ത സംഖ്യ 5ഉം 3ഉം 8, 8ഉം 9ഉം 17, 17ഉം 27, 44. അപ്പം നോക്കിയേ, 3 3ൻ്റെ സ്ക്വയർ, 3ൻ്റെ ക്യൂബ്, 3ൻ്റെ എന്താണ്? 3/4 അല്ലേ? 3/4 എന്ന് പറയുന്നത് എത്രയാണ്? 81. സോ 44ഉം 81ഉം കൂട്ടുക. എത്രയാണ്? 125. എത്രയാണ്? 44ഉം 81ഉം കൂട്ടിയാൽ എത്രയാണ്? 125. എന്താ ചെയ്തത്? 3:1, 3:2, 3:3, 3:4, 3:5 അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ.
പെർസെൻറ്റേജ് എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഹരണത്തെയും അറ്റ് ദ റേറ്റ് എന്നത് മൾട്ടിപ്ലിക്കേഷനെയും ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 8 അറ്റ് ദ റേറ്റ് 7 പെർസെൻറ്റേജ് 36 സ്റ്റാർ 3 ഹാഷ് 5ൻ്റെ വില 8 7 36 3 5. സോ അറ്റ് ദ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്താണ് മൈനസ് അല്ലേ പിന്നെയോ 36ൻ്റെ കഴിഞ്ഞിട്ട് സ്റ്റാർ സ്റ്റാർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സ്റ്റാർ എന്നത് ഹരണത്തെ പിന്നെയോ ഹാഷ് എന്നത് പ്ലസിനെ അപ്പം നോക്കിയേ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡിവിഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിയേ 8 7 അവിടെ നമുക്ക് 56 ചെയ്യാം മൈനസ് 36 ഹരിക്കണം 3 എത്രയാണ് 12 ആണ് പ്ലസ് 5 56 5 കൂട്ടിയാൽ 61 61 12 കുറച്ചാൽ എത്രയാണ് 9 49 അല്ലേ 11 2 9 പ്രാവശ്യം 5 1 കുറച്ചാൽ 4 49 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത നോക്കിയേ ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. നമുക്കറിയാം 196 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ് 14ൻ്റെ സ്ക്വയർ 13ൻ്റെ സ്ക്വയർ അല്ലേ 13ൻ്റെ സ്ക്വയർ ആണ് 169 ഇത് എന്ന് പറയുന്നത് 27ൻ്റെ സ്ക്വയർ ആണ് 729 ഈ 589 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല 529 ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു നമ്മുടെ 23ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിലെ ഒറ്റയാൻ എന്ന് പറയുന്നത് ആരാണ് ഓപ്ഷൻ ഡി ആണ് 589. പലപ്പോഴും ഒറ്റയാനെ കാണുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഒന്നെങ്കിൽ അതൊരു അഭാജ്യ സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യകളുടെയൊക്കെ സ്ക്വയർ ആയിരിക്കും തന്നിട്ടുണ്ടാവും ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല ആ രീതിയിൽ പിന്നെ അല്ലെങ്കിൽ വരാവുന്നത് ക്യൂബാണ് കേട്ടോ. അടുത്ത നോക്കിയേ ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര ഇതാണ് ചോദ്യം. പ്രതിബിംബമാണ് മിറർ ഇമേജ് അങ്ങനെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കണം അതിൽ മണിക്കൂർ സൂചി ഉണ്ടാവും മിനിറ്റ് സൂചി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും 12ൽ നിന്ന് കുറയ്ക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന രീതിയിൽ വേണം 12 മണിയെ കണക്കാക്കാൻ. അതിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ 8:30 കുറയ്ക്കാൻ. അപ്പം ആൻസർ എന്തായി 3:30. സോ ആൻസർ എന്താണ് ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്തായിരുന്നു 3:30. ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അതേ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കേട്ടോ അത് പോട്ടെ. അടുത്ത നോക്ക് എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്ന് 16-മതും പുറകിൽ നിന്ന് 20-മതുമാണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ഒരു ദിവസം ഫുൾ ക്ലാസ്സിൽ എല്ലാവരും വന്നു. രാജു മുൻപിൽ നിന്ന് 16-ാം സ്ഥാനത്ത് പിറകിൽ നിന്ന് 20-ാം സ്ഥാനത്ത്. അപ്പോൾ രാജുവിൻ്റെ സ്ഥാനമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 20ഉം 16ഉം കൂട്ടിയാൽ എത്രയാണ് 20ഉം 16ഉം കൂട്ടിയാൽ 36. 36ൽ രാജുവിൻ്റെ സ്ഥാനം 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയി വന്നില്ലേ. സോ അതിൽ നിന്നൊന്നങ്ങ് കുറയ്ക്കുക. അപ്പം എത്രയായി 35 കുട്ടികളുള്ളതിൽ രാജുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 16ഉം പുറകിൽ നിന്ന് 20ഉമാണ്. ഓക്കെ അല്ലേ മനസ്സിലായോ? എങ്കിൽ വീണ്ടും ഇതാ ക്ലോക്കിൻ്റെ ഒരു ചോദ്യം എന്താണ് ഒരു ക്ലോക്കിലെ സമയം 9:35 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്. ഇതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട് ഓർത്ത് വെച്ചോ 30h - 11/2m. 30h എന്ന് പറഞ്ഞാൽ എന്താണ് 30 × 9 - 11/2 × 35 ആണല്ലോ. അപ്പോൾ 30 × 9 എത്രയാണ് 270 മൈനസ് 11 × 35 എത്രയാണ് 385 അല്ലേ. 385ൻ്റെ പകുതി എത്രയാണ് 192.5. സോ എന്ത് ചെയ്യുക 270 മൈനസ് 192.5. ഓക്കെ അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറയ്ക്കാം. 10ൽ 5 പോവും 5. പിന്നെയോ ഇവിടെ 9 ഉണ്ടാവും 9 നിന്ന് 2 കുറച്ചാൽ എത്രയാണ് 7. ഇവിടെ എത്രയാണ് ഉണ്ടാവുക 6 അല്ലേ. കാരണം എന്താണ് നമ്മൾ ഇവിടുന്ന് 1 എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 10 നിന്ന് 5 ആക്കിയത്. അപ്പോഴേക്ക് ഇവിടെ 9 ആയി. 9 നിന്ന് 2 പോയപ്പോൾ 7. ഇനി ഇവിടെയും കുറയല്ലോ. ഇവിടെ ആരാണ്ടായ 6 ആണ്. 6ൽ 9 പോവോ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടി മേടിക്കണം. 16ൽ 9 കുറച്ചാൽ എത്രയാണ് 16ൽ 9 കുറച്ചാൽ എത്രയാണ് 7. സോ 77.5 ഡിഗ്രി. എന്താണ് ആൻസർ വരുന്നത് 77.5 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ 1/3
1/2 ഇടയിലുള്ള ഭിന്നസംഖ്യ. അതാണ് ചോദിച്ചത്. എന്താണ്? 1/3 1/2 ഇടയിലുള്ള ഭിന്നസംഖ്യ. നമുക്കിവിടെ 1/6 എഴുതാം. നമുക്ക് ഈ 1/2 കുറച്ചും കൂടി അപ്പുറത്തേക്ക് എഴുതാം. 4/7 2/5 2/3. നോക്കിക്കോ, 1 6 6 അല്ലേ, 3. അപ്പം നോക്കിയേ, ഇവിടെ തന്നെ എന്ത് ചെയ്തു? ഇത് പോയി. കാരണം എന്താണ്? ഇതാണ് വലുത്. സോ ഇതിൻ്റെ ഇടയിൽ അത് വരില്ല. അപ്പം ഇതിനെ നമുക്ക് ഒഴിവാക്കാം. അടുത്ത നോക്കുക, 7 12 അല്ലേ, 7 4 3 12. ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ, 8 7. പക്ഷെ ഇവിടെ അല്ല, ഇവിടെയായിരുന്നു വലിയ സംഖ്യ വരേണ്ടത്. പക്ഷെ പകരം ഇവിടെയാണ് വന്നത്. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അടുത്ത നോക്കിയേ, 5 1 × 5 5 3 × 2 6 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ശരിയായി, കാരണം 5-നേക്കാൾ വലുതാണ് 6. ഇനി ഇവിടെ നോക്കിയേ, 2 × 2 4 5 × 1 5 4 5. ഈ ഒരു കണ്ടീഷനും ശരിയായി. ഇതിൻ്റെ കാര്യത്തിൽ ശരി. അപ്പോൾ നമ്മൾ അടുത്തതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 3 × 1 3 3 × 1 3, പിന്നെയോ 3 × 2 6. ഇവിടെ ശരി. പക്ഷേ 2 × 2 4 3 × 1 3. ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? അതായത് ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ്? 2/5. സോ ആൻസർ എന്താണ്? 2/5. നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കുക, ഇപ്പോൾ 1/3 1/6 1/2 ഇരിക്കട്ടെ. ഈ സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്ന് ചോദിക്കുമ്പോൾ, ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഛേദവും ഇതിൻ്റെ അംശവും തമ്മിലാണ് ഗുണിക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഛേദവും ഇതിൻ്റെ അംശവും തമ്മിലാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 6 × 1 ചെയ്ത് കഴിഞ്ഞാൽ ആ 6 വേണ്ടത് ഇവിടെയാണ്. അതായത് എവിടെയാണോ അംശം മേലെ വരുന്നത്, മീൻസ് അംശമില്ലേ, ആ ഭാഗത്തായിരിക്കും നമ്മുടെ ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ എഴുതേണ്ടത്. അതുപോലെ 3 × 1 3. കണ്ടോ? ആ രീതിയിൽ. എന്നിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ 6 ആണോ 3 ആണോ വലുത്? 6 അല്ലേ വലുത്. അപ്പോൾ എന്താണ്? ഈ സംഖ്യയാണ് വലുത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ APയുടെ സെഷനിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മാക്സിമം മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വരാനിരിക്കുന്ന 2027 LDC ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്തിട്ടുണ്ട്? ബാച്ച് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. ആ ഒരു LDC, അതായത് സാധാരണക്കാരൻ്റെ എന്താണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന LDC നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മിനിറ്റ് തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. ലൈവ് സെഷൻ ക്ലാസ്സുകളുണ്ട്. അതുപോലെ ലൈവ് സെഷൻസ് കാണാൻ സാധിക്കാത്തവർക്ക് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ PDF നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. മെൻറ്റർഷിപ്പ്, അതും ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ മിൻറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.